അപ്പോൾ നമ്മൾ ഈ ഫുഡിങ് ആൻഡ് ഷോപ്പിംഗ് ആണ് ഇപ്പം ചെയ്യാൻ പോണത്. ഇത് നമ്മൾ നേരെ ഈ കാണുന്ന സ്ഥലം കണ്ടോ, അടിയിൽ, ഇത് അടിയിൽ ട്രെയിൻ സ്റ്റേഷനാണ്. ട്രെയിൻ സ്റ്റേഷനിൽ മുകളിൽ വന്ന് നേരെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഷോപ്പിംഗ് മോൾ. ഇത് മെയിൻ ട്രെയിൻ സ്റ്റേഷനാണ് താഴെ കാണുന്നത്. ഇവിടെ നമുക്ക് ഇലക്ട്രോണിക്സ് സാധനങ്ങളും H&M ഷോറൂമൊക്കെയാണ് ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയുള്ളത്. Like a diary. ഇതാണ് ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ്. ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് ഓരോ ഫുഡുകളായി ടേസ്റ്റ് ചെയ്ത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാരീസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഫുഡാണ്. കോഫി, വൈൻ, പിന്നെ ഫ്രൂട്ട്സ് ആയാലും അവരുടെ മീറ്റ് ഐറ്റംസ് ആയാലും പിന്നെ ഡെസേർട്ട് ഐറ്റംസ് ഒന്നും നോക്കണ്ട. സ്വീറ്റ്സിൻ്റെ ഒക്കെ ഭയങ്കര ഷോപ്പിനൊക്കെ നിലവാരം കണ്ടോ. ഇതൊക്കെ മൊത്തം എനിക്ക് തോന്നുന്നു ഇവിടെ എക്കണോമി നടന്നു പോകുന്നത് ഈ ഫുഡ് ബിസിനസ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇല്ലല്ലേ, ഇവരുടെ എക്കണോമി നടന്നു പോകുന്നത് ഈ ഫുഡ് ബിസിനസ്സിലാണെന്ന് തോന്നുന്നു. ഭയങ്കര കോസ്റ്റുമാണ്. ടൂറിസവും ഫുഡും ചോക്ലേറ്റ്സിന്റെ ചീഫ് ഇവരുടെ ഫുഡിന്റെ ഒരു മെയിൻ സംഭവം. ഹോണ്ടുയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിച്ച വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ ഈ ചീസിൽ മുക്കി കഴിക്കുന്നതാണ്. ചീസ്, ചോക്ലേറ്റ്സ്. ഫ്രാൻസും ബെൽജിയം ഒക്കെ ചോക്ലേറ്റിന് ഭയങ്കര ഫേമസ് ആണ്. ഫ്രഞ്ച് ചോക്ലേറ്റ്സ്, ബെൽജിയം ചോക്ലേറ്റ്സ്, പിന്നെ ഫ്രഞ്ച് പെർഫ്യൂംസ്, അതും ഭയങ്കര ഫേമസ് ആണ്. Different types of cookies. ഒരു ഫുഡ് പാരഡൈസ് തന്നെയല്ല ഇത്. എനിക്കത് യൂറോപ്യൻ കൺട്രീസ് ഏറ്റവും കൂടുതൽ ഫുഡിന് പ്രയോറിറ്റി കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. ഇവർ ഈ ഫുഡ്, ഇവരുടെ ഈ റിസർവേഷൻ സിസ്റ്റം, ഇതൊക്കെ വേറൊരു ടൈപ്പാണ്. എനിക്കൊന്ന് ഡെലിവറി കൺസെപ്റ്റൊക്കെ കുറവാണ്. ഇവർക്ക് ഇവിടെ വന്നിട്ടുള്ള ആ ഫൈൻ ഡൈനിങ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എൻജോയ് ചെയ്യലാണ് ഇവരുടെ മെയിൻ. ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക. കാരണം ഇവിടെ റിസർവേഷന് വേറൊരു കാരണം കൂടിയുണ്ട്. അത്രയും മണിക്കൂർ പിടിക്കുന്നുണ്ട് ഓരോരുത്തരും. ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ഹോട്ടലൊക്കെ പോയിട്ട് ഇറങ്ങി വരുമ്പോഴേക്ക് ഒരു മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ പിടിക്കുന്നുണ്ട്. നോർമലാണ്. ഇപ്പം കുറേ ആൾക്കാർ പോകുന്നെങ്കിൽ ഇതും കൂടുതൽ പോയേക്കാം. അപ്പോൾ അവർ അത്രയും കൂടുതൽ ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്ന ഒരു കൺസെപ്റ്റാണ് അല്ലേ മണി? ഇതൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. കിളികളൊക്കെ വന്നിട്ട് കൂടുകൂട്ട് നോക്കി ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ. ആ, കാടാക്കി വളർത്തിയെടുത്ത ബിൽഡിങ്. അതെന്തല്ലേ, കിളികളെ മൊത്തം ഭയങ്കര ശബ്ദവും കിളികളൊക്കെ ആയിട്ട്. ഓക്കെ, ഈ ഷോപ്പുകളുടെ ഇടയിലാണ് ഈ ഷോപ്പ് എന്ന് മനസ്സിലാക്കണം. ഇതൊരു കൊറിയൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ഒരു സ്പെഷ്യൽ ഡിഷ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ. വെയിറ്റ്.
1932 ഇനോഗ്രേറ്റ് ചെയ്ത യൂറോപ്പിലെ ഏറ്റവും വലിയ തിയേറ്ററിന് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ലുലു മോളിലൊക്കെ വലിപ്പം ഉണ്ടായത് നമ്മളെ ലുലുവിലെ തിയേറ്ററിനൊക്കെ. ഇത് യൂറോപ്പിലെ തിയേറ്റർ അല്ലേ, ഏഷ്യയിലെ അറിയില്ലല്ലോ. വലിപ്പം നോക്കി. 1932 ഈ സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ ഞെട്ടിച്ചു. മലയാളം പടമൊന്നും കളിക്കുന്നില്ല പക്ഷേ കേട്ടോ. അണ്ടർഗ്രൗണ്ടിലും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കും നമുക്ക് എൻട്രിയും എക്സിറ്റും ഒക്കെ ഉണ്ട്. എന്താ വലിപ്പം. ഇതൊക്കെ സെൻട്രൽ പാരീസിൽ തന്നെയാണ്, അതായത് ആ പാരീസിൻ്റെ സെൻട്രൽ ഭാഗത്ത് തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ വെച്ചാൽ നിങ്ങൾ വഴിതെറ്റിപ്പോയി. നോക്കി നമ്മുടെ സ്ക്രീനിൽ ഭയങ്കര റോയൽ പ്ലേസ് ആണല്ലോ. എന്താ മണി കഴിക്കാൻ പോണേ? എന്താ കഴിക്കാൻ പോണേ നമ്മള്? ഇതാണ് കേട്ടോ. പിടിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഉള്ളിൽ കൂടെ എടുക്കും കേട്ടോ. കല്ലുമ്മക്കായൊക്കെ പോലെ ഉണ്ട്. കല്ലുമ്മക്കായ, ഇളമ്പൊക്കെയൊക്കെ പോലെ. ഇതാണ് ഇവിടുത്തെ ആപ്പിൾ സ്റ്റോർ. ഞാൻ ഇത്രയും വലിയൊരു ആപ്പിൾ സ്റ്റോർ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോസൊക്കെ നോക്കി എന്താ സെറ്റപ്പ്. ഇത് മൊത്തം ആപ്പിൾ സ്റ്റോറാണ്. 1 2 3 4 നിരയിലെ ആപ്പിൾ സ്റ്റോർ. ഏരിയ നോക്കി. ഇവിടുത്തെ ഏറ്റവും റിച്ചസ്റ്റ് ആയ ഏരിയകളിലൊന്നാണ്. ഇത് ഷാൻറ്റലിസെ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളെ ബാംഗ്ലൂരുള്ള അല്ലെങ്കിൽ ഇപ്പം കൊച്ചിയിലുള്ള MG റോഡൊക്കെ പോലെ എല്ലാ സൂപ്പർ ലക്ഷറി സാധനങ്ങളുടെയും ഷോറൂം ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഒരു സാറയുണ്ട്. ലൂയിസ് വിറ്റൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി ഉണ്ടോ. ലൂയിസ് വിറ്റൻ്റെ അപ്പുറമാണ് നേരത്തെ കാണിച്ച ആപ്പിള്. ഇത് ലൂയിസ് വിറ്റൻ്റെ ഹോട്ടൽ. ഇവിടെ ഒന്നും അങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനത്തെ ഷോപ്പുകളാണ് ഉണ്ടാവും. ഇവിടെ ഒരു സ്റ്റാറ്റസ് സിമ്പലൊക്കെ പോലെയാണ്. ദുബായിലെ നമ്മുടെ ഷെയ്ഖ് സായിദ് റോഡൊക്കെ പോലെ ഉള്ളൊരു സ്റ്റാറ്റസ് സിമ്പൽ കൺസെപ്റ്റാണ്. ഭയങ്കര പ്രീമിയം സംഭവങ്ങളാണ്. തൊട്ടടുത്തൊരു ടൂറിസ്റ്റ് സ്പോട്ടും ഉണ്ട്. കുറേ സൊവനീറൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ ഇതിനിപ്പുറം തന്നെയുണ്ട്. എടുത്തോട്ടോ, കുഴപ്പമില്ല.
അപ്പോൾ നമ്മൾ നല്ല കോസോണും കുറച്ച് ഇവിടുത്തെ പേസ്ട്രീസും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഷോപ്പിൻ്റെ പേര് ഭയങ്കര ബുദ്ധിമുട്ടാണ് വായിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഈ ഷോപ്പ്. ഭയങ്കര ഗൂഗിൾ റിവ്യൂവും ഭയങ്കര അഭിപ്രായമാണ്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യേണ്ട കോസോൺസ് ഒക്കെ ഇവിടെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മളിത് തേടി വന്നിരിക്കുകയാണ്. അമ്മണി എങ്ങനെയുണ്ട്? എന്തൊക്കെയാണ് ഐറ്റംസ്? ചീസ് കേക്ക്, കോസോൺ, പാരീസ് ബ്രസ്റ്റ്. ഓക്കെ, 3 ഐറ്റംസും അടിപൊളിയാണ്. നോർമലി നമുക്ക് ഇതിന് 3-നും കൂടി 11 യൂറോ ആണ് ആയിട്ടുള്ളത്. പേസ്ട്രീസ് അത്ര വലിയ റേറ്റ് ഇല്ല, പക്ഷെ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ കോസ്റ്റ്ലി. ഒരാൾക്ക് 20 യൂറോ മിനിമം കാണേണ്ടി വരും ഇവരൊരു സിമ്പിൾ ഫുഡാണെങ്കിൽ കൂടി. ഈ ഏരിയ നോക്കി, ഈ ഏരിയയുടെ വൈബ് നോക്കി. ഇപ്പോൾ വൈകുന്നേരം നമ്മൾ സെൻട്രൽ പാരീസിൽ വെറുതെ ഇരിക്കുകയാണ്. നോക്കി, നമ്മൾ ഇന്ന് മാത്രം ഓൾമോസ്റ്റ് 20 കിലോമീറ്ററിനടുത്ത് നടന്നിട്ടുണ്ടാവും. നമ്മൾ ഡെയിലി 20 കിലോമീറ്ററിനടുത്ത് നടക്കുന്നുമുണ്ട്. പാരീസൊക്കെ നടന്ന് തന്നെ കണ്ട സിറ്റീസാണ്. ഈ യൂറോപ്യൻ സിറ്റീസ് എല്ലാം നടന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീല് വേറെ തന്നെയാണ്. ഇല്ലാണ്ട് നമ്മൾ ഈ ബസ്സിലോ ട്രെയിനിലോ പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഫീല് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ. 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ശരിക്കും പറഞ്ഞാൽ 10 മണിക്ക് തിന്നാ നടക്കുക സ്ഥലം കാണുക, തിന്നാ നടക്കുക സ്ഥലം കാണുക. ഇപ്പം 7 മണിയാവാറായി. ഒരു വൈകുന്നേര കാഴ്ച കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ സായാഹ്നം. എല്ലാ റെസ്റ്റോറൻറ്റുകളിലും വൈനും പിന്നെ എന്തെങ്കിലും ചെറിയ ഫുഡ് ഐറ്റംസും കഴിച്ചിട്ട് എല്ലാവരും ഇരുന്ന് ചില്ലയാണ്. എല്ലാ ഷോപ്പിൻ്റെയും പുറത്ത് ഇതുപോലെ ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടാവും. അതിൽ നിന്നാണ് വൈന്. എല്ലാവിടെയും വൈൻ ഉണ്ടാവും. വൈൻ ഇവരുടെ ഒരു മെയിൻ സാധനമാണ്. കാരണം ഇവിടുത്തെ വൈൻ എന്ന് പറയുന്നത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള വൈനാണ്. ഷാംപെയിനൊക്കെ ഇവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഫ്രാൻസിലെ. പാരീസ് അല്ലാതെ അങ്ങനെ ഫേമസ് ആയ സ്ഥലമൊന്നും ഫ്രാൻസിലില്ല. ബാക്കിയുള്ളതൊക്കെ ഗ്രാമങ്ങളാണ്. പക്ഷേ ഈ പാരീസിൻ്റെ പല ഉൾക്കാഴ്ചകളും അടിപൊളിയാണ്. നമ്മൾ ഡിന്നർ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ ഇങ്ങനെ സംഭവം നമുക്ക് ഇഷ്ടമുള്ളത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരതിനനുസരിച്ച് ഉണ്ടാക്കി തരും. സെറ്റപ്പ് സംഭവം അല്ലേ? എന്താ കുറച്ച് സമയം പിടിക്കും, പക്ഷെ നമുക്കൊരു പെന്നും കടലാസും തരും. എന്നിട്ട് നമുക്ക് അതിൽ ടിക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ്. അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ടല്ലേ. ഈ ഇന്ന് കാണാൻ പോണത് പാലസ് ഓഫ് വെർസൈലസ്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ പാലസ് ആണ്. ഒരുപാട് രാജാക്കന്മാർ താമസിച്ചോണ്ടിരുന്ന പാലസ് ആണ്. ആ പാലസിന്റെ ഹിസ്റ്ററിയും പാലസിന്റെ കാര്യങ്ങളും ഞാൻ പാലസിന്റെ മുന്നിൽ ചെന്നിട്ട് പറയാം. ലൂയി 13 1623 ഒരു ഹണ്ടിങ് ലോഡ്ജായിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ സ്റ്റാർട്ടിങ് അതാണ് ഈ പാലസ് ഓഫ് വെർസൈലസിൻ്റെ സ്റ്റാർട്ടിങ്. ഒരു മികച്ച ഒരു ഹണ്ടിങ് ഗ്രൗണ്ടായിട്ടുള്ള സ്ഥലത്ത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അവരൊരു ഹണ്ടിങ് ലോഡ്ജായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുകയും അതിനുശേഷം വന്ന 14 അങ്ങനെ വന്നവർ കൃത്യമായിട്ട് അതൊരു കൊട്ടാരമാക്കി മാറ്റുകയും ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഇത്രയും വലുപ്പമുള്ള കൊട്ടാരമായിട്ട് മാറുകയും ചെയ്തു. അതിനുശേഷം നെപ്പോളിയൻ അധികാരത്തിൽ വന്നതിന് ശേഷം നെപ്പോളിയൻ്റെ മെയിൻ പാലസ് പാരീസിലായിരുന്നു. പക്ഷേ ഒരു സമ്മർ പാലസ് എന്നുള്ള രീതിയിൽ ഈ പാലസ് ഓഫ് വെർസൈലസിനെ മൂപ്പർ ഉപയോഗിച്ച് വന്നു. അതിനുശേഷം പിന്നെ അത് ഫ്രഞ്ച് ഗവൺമെൻറ് ഏറ്റെടുക്കും. ഇപ്പോൾ ഫ്രഞ്ച് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഈ പാലസ് ഓഫ് വെർസൈലസ് വരുന്നത്. പക്ഷേ ഒരു മികച്ചൊരു പാലസാണ്, വളരെ വലിപ്പം കൂടിയ. ഈ പാരീസിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുന്ന ഒരു 15 കിലോമീറ്റർ ദൂരത്തിലേക്ക് വിട്ടു നിൽക്കുന്ന ഭയങ്കര ഒരു സമാധാനപരമായ സ്ഥലവും ഒരു ചുറ്റും കാടുകൾ പോലെയുള്ള സ്ഥലമൊക്കെ ആയതുകൊണ്ട് തന്നെ അന്നത്തെ രാജാക്കന്മാർക്കൊക്കെ ഇത് ഭയങ്കര പ്രിയപ്പെട്ടൊരു സംഭവമായിരുന്നു. വളരെ വലിപ്പമേറിയതുമാണിപ്പോൾ.